ഹായ് നമസ്കാരം. എല്ലാവർക്കും സെബീസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബർത്ത് രജിസ്ട്രേഷൻ ഇൻ UK ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിന് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യണം. അതാണ് നമുക്ക് UK ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പം നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുഞ്ഞിന് പേര് കണ്ടെത്തിയിട്ടുണ്ടോയെന്ന് അവർ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുഞ്ഞിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സും നമ്മുടെ ബേബി രജിസ്ട്രേഷനും എല്ലാം ഓട്ടോമാറ്റിക്കലി ആ പേര് കയറും. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പേര് സെലക്ട് ചെയ്താൽ മതി ആ ഒരു ടൈമിലേക്ക്. അപ്പം നമുക്ക് കുഞ്ഞ് ജനിച്ച് നമ്മളിപ്പം ഏതാണോ കൗണ്ടി, നമ്മുടെ കൗണ്ടി ഏതാണോ അവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ലിങ്കൺ ഷെയറിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് നമ്മുടെ കൗൺസിലിൽ നമ്മൾ വിളിച്ചു ചോദിച്ചു. ബോസ്റ്റൺ ബോറോ കൗൺസിലാണ് നമ്മുടെ. അപ്പോൾ കൗൺസിലിൽ വിളിച്ച് ചോദിച്ചു, നമുക്കിങ്ങനെ കുഞ്ഞ് ജനിച്ചു, ബർത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു അപ്പോയിൻമെൻറ്റ് തന്നു. നമ്മൾ വിളിച്ച് ചോദിച്ചപ്പം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇന്നത്തേക്കാണ് ആ ഒരു അപ്പോയിൻമെൻറ്റ് തന്നത്. പിന്നെയെന്ന് പറയുന്നത് വേറൊരു മാർഗം, നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാം. അതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റിൻ്റെ കൺഫർമേഷൻ മെയിൽ നമുക്ക് വരും. അപ്പോൾ നമ്മുടെ പേരും പാരൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്പറും ഇമെയിൽ ID യും. കുഞ്ഞിൻ്റെ പേര് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇമെയിൽ ID യിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഇത്ര ടൈമിലാണ്, നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളത്. ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യണ്ട, പക്ഷെ അവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ റെഡ് ബുക്ക്. ഇങ്ങനത്തെ ഒരു റെഡ് ബുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് തരും. ഇതിനകത്ത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും വാക്സിനേഷൻ ഹിസ്റ്ററിയും അങ്ങനെ ടൈം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് അവർക്ക് വേണ്ട ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ്. പിന്നെയെന്ന് പറയാനായിട്ട് എനിക്കിതേ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇങ്ങനെ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണു. അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് അവർ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു ഫോൾഡറിലാണ് നമുക്ക് തന്നത്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, ഇങ്ങനൊരു ഷീറ്റിലാണ് ആ ഇൻഫർമേഷൻസ് വരുന്നത്. അപ്പം അവർ ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ്സ് അല്ല, അവർക്ക് വേണ്ട ഡീറ്റെയിൽസ്. അപ്പം ഞാനിത് നോക്കിയിട്ട് പറയാം എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്നുള്ളത്. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ പേര്. ഇപ്പം നമ്മൾ പേര് കണ്ടുപിടിച്ചു. പിന്നെ എല്ലാത്തിനും മുന്നേ നമ്മളിത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ആരാണോ പോകുന്നത്, അതായത് അച്ഛനോ അമ്മയോ ആരാണോ രജിസ്ട്രേഷന് പോകുന്നത്, അവർ ഒരു ഫോട്ടോ ID കൊണ്ടുപോകണം. ആ ഫോട്ടോ ID വെച്ചിട്ടാണ് അവരത് കൺഫേം ചെയ്തിട്ട് വേണം, എന്നിട്ടേ അവർ മുന്നോട്ട് ചെയ്യത്തുള്ളൂ ബാക്കി കാര്യങ്ങൾ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൺഫേം ചെയ്യും കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം കാര്യങ്ങളെല്ലാം അവർ ചോദിക്കും. പക്ഷേ നമുക്കിതിനകത്ത് കുഞ്ഞിൻ്റെ ടൈം വരുന്നില്ല. അത് ഞാൻ കൺഫേം ചെയ്ത് ചോദിച്ചു. ഇൻ കേസ് ട്വിൻസ് ഉണ്ടെങ്കിൽ, ട്വിൻസിൻ്റെ ബർത്ത് രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ ടൈം. അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് മാത്രമേ അവർക്ക് അറിയേണ്ടുള്ളൂ. പിന്നെ ഉള്ളത് എവിടെയാണ്, കുഞ്ഞ് ജനിച്ച ഹോസ്പിറ്റലിൻ്റെ പേര്, പിന്നെ കുഞ്ഞിൻ്റെ പേര് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ്. അതിൽ അച്ഛൻ്റെ ഡീറ്റെയിൽസിൽ അച്ഛൻ്റെ പേര്, സർനെയിം, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ നോർമലി പ്ലേസ് ഓഫ് ബർത്ത് നമ്മുടെ പാസ്പോർട്ടിൽ എന്താണോ ഡീറ്റെയിൽസ് ഉള്ളത് അതാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ വേണ്ടത് കൺട്രിയാണ് അവർക്ക് വേണ്ടത്. എവിടെയാണ് ജനിച്ചത്, നാട്ടിലാണോ വേറെ ഏതെങ്കിലും UAE പോലത്തെ കൺട്രീസിലാണോ അത് UK തന്നെയാണോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. പിന്നെ അച്ഛൻ്റെ ജോലി. പിന്നെ ഉള്ളത് അമ്മയുടെ ഇതേ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്, പേര്, സർനെയിം, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, പിന്നെ അമ്മയുടെ ജോലി എന്താണെന്നുള്ളത്, അതുപോലെ മെയ്ഡൻ സർനെയിം. നമ്മൾ മാരേജിന് മുന്നേ ഇതിനു മുന്നേ എന്തെങ്കിലും വേറെ സർനെയിം ഉണ്ടോ, അത് സെയിം തന്നെയാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ ബർത്ത് കൊടുക്കുന്ന ടൈമിൽ, അതായത് കുഞ്ഞ് ജനിക്കുന്ന ടൈമിൽ നമ്മൾ ഏത് അഡ്രസ്സിലാണോ നമ്മൾ
താമസിച്ചിരുന്നത് ആ അഡ്രസ്സാണ് അവർക്ക് വേണ്ടത്. ചിലവരത് കഴിഞ്ഞ് വീട് മാറുന്നു, അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് അവരതൊരു പേപ്പറിൽ പ്രിൻ്റ് എടുക്കും. ആ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് തരും, നമ്മുടെ കയ്യിലേക്ക് തരും. നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യണം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ല, ബാക്കി ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, നമ്മുടെ പേരിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അച്ഛൻ്റെ അമ്മയോടോ അങ്ങനെ എന്തെങ്കിലും തെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതല്ല നമ്മൾ പിന്നെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇനി ഫോർമലി നമ്മൾ അവരെ വിളിച്ച് നമ്മൾ പറയണം, വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അവരതിൻ്റെതായ ഡീറ്റെയിൽസ് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഒപ്പം തന്നെ അതിനൊരു സ്പെഷ്യൽ ഫീ കൂടെയുണ്ട്, 99 പൗണ്ട് അങ്ങനെ എന്തോ ആണ്. അപ്പം അത് കൗൺസിലായിട്ട് കൺഫേം ചെയ്യണം. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അവർ നമുക്ക് തരുന്ന പ്രിൻ്റ് ഫോം കൺഫേം ആയിട്ട് ചെക്ക് ചെയ്യുക. അതെല്ലാം കൺഫേം ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്കൊരു സൈൻ ഇടാനായിട്ട് പറയും. നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗം ക്ലിയർ ആണ്. കാരണം നമ്മളത് അവർക്ക് ആ ഒരു പെർമിഷൻ കൊടുക്കുവാണ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത്. അതിനുശേഷമാണ് ഇതുപോലത്തെ ഒഫീഷ്യൽ സർട്ടിഫൈഡ് കോപ്പിയിൽ അവർ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോസ്റ്റൺ കൗൺസിൽ, അതായത് ലിങ്കൺഷയർ കൗണ്ടിയിൽ നമ്മൾ പേ ചെയ്തത് ഒരു കോപ്പിക്ക് 12.5 പൗണ്ടാണ്. പക്ഷേ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒരു കോപ്പിയാണ് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടത്. രണ്ടാമത്തെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കോപ്പി എടുത്തായിരുന്നു. നമ്മളെപ്പോഴും സേഫായിട്ട് ഇരിക്കണമല്ലോ. നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓടി നടക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൗൺസിലിൽ നിന്ന് തന്നൊരു കാര്യമാണ് കേട്ടോ, ബുക്ക് സ്റ്റാർട്ട് ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു 0 to 1 year വരെയുള്ള കുട്ടികൾക്കുള്ളൊരു ഇതാണ്. എനിക്ക് സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം അതിനകത്ത് എന്താണെന്ന് നോക്കാം. അവരത് പറഞ്ഞത്, മാഡം പറഞ്ഞത് ഇതെന്തോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവരുടെ കൗൺസിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പം ഇതിനകത്ത് ഒരു കേട്ടുണ്ട്. പിന്നെ ഷെയറിങ് സ്റ്റോറീസ് ടുഗെദർ, കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇവരകത്ത് പറയുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്, 0 to 3 months കാണാൻ പറ്റുന്നുണ്ടോ, 0 to 3 months, 3 to 6 months, അങ്ങനെ കുഞ്ഞിൻ്റെതായ കുറച്ച് ഡീറ്റെയിൽസ് അതുണ്ട്. പിന്നെ ഇങ്ങനൊരു ബുക്കുണ്ട് അനിമൽസിൻ്റെ. അപ്പം അതിനകത്ത് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുണ്ട്. ഇതിങ്ങനെ നോക്കാം, നോ ദാറ്റ്സ് നോട്ട് ഷീപ്പ്. അപ്പം അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. കുഞ്ഞിന് ചിലപ്പോൾ കണ്ണിനൊക്കെ പെട്ടെന്ന് ഇപ്പോൾ 0 to 3 months കണ്ണിൻ്റെ കാഴ്ചയൊന്നും പെട്ടെന്ന് അങ്ങ് ഐഡൻറ്റിഫൈ ആവില്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു 3 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ കാണിച്ച് കൊച്ചിന് കഥയൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പുതിയ ഐഡിയ ആയിരിക്കും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് കൺഗ്രാജുലേഷൻസ്, വെൽക്കം ആൻഡ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് എന്താ പറയുക, കൂപ്പണാണ്. കൂപ്പൺ മീൻസ് ഗിഫ്റ്റ് വൗച്ചറാണ്. ഇതിപ്പോൾ 5 പൗണ്ടിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ. പിന്നെ ഹലോ ഫ്രഷ്, നമ്മളെപ്പോഴും പരസ്യത്തിൽ കാണിക്കുന്നതാണ് ഹലോ ഫ്രഷിൻ്റെ ഡെലിവറി. അപ്പം അതിൽ തന്നെ 65% ഓഫൊക്കെ അതിനുള്ള ഗിഫ്റ്റ് കാർഡും കൂപ്പണും ഉണ്ട്. പിന്നെ അതുപോലെ 20 pounds ഗിഫ്റ്റ് വൗച്ചറുണ്ട്. പിന്നെ ബീമിങ് ബേബി ഓർഗാനിക് ആൻഡ് എക്കോ ബേബി ഗിഫ്റ്റിൻ്റെ 150 pounds. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയതാണ് നമ്മുടെ കൗൺസിലിൽ. നമ്മുടെ രജിസ്ട്രേഷൻ വൈസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് 2 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. നമ്മളൊരു 5-10 മിനിറ്റ് മുന്നേ അവിടെ എത്തിയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ചെയ്യുന്നു, നേരെ ചെല്ലുന്നു, നമ്മൾ രജിസ്ട്രാറായിട്ട് നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു, നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റാക്കി നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷനും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം എളുപ്പമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലിങ്കൺഷെയർ കൗണ്ടിയിലാണ് നമ്മുടെ രജിസ്ട്രേഷൻ. അതിൻ്റെ പ്രോസസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി വേറെ കൗൺസിലും അതിൻ്റെ കൗണ്ടിയിലും രജിസ്ട്രേഷന് വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.